ഞാൻ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ കാണാഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ടി വിയിൽ ഒരാൾക്ക് കേക്ക് കൊടുക്കുന്ന ഒരു ഫോട്ടോ കണ്ടിരുന്നു കേട്ടോ. ചിലുമോളെ ചുമ്മാ കാണാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. ഞാനൊക്കെ ഡ്രൈവിംഗ് പഠിക്കാൻ ഒത്തിരി പാടുപെട്ട് 2 കൈ ഉണ്ടായിട്ട്. വലിയ വലിയ അത്ഭുതങ്ങളാണ് ഇതൊക്കെ. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ സ്ത്രീകൾ ലിബറേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മാത്രമല്ല, അവരെ ഇങ്ങനെയുള്ള കുറവുകളെ കൂടെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ വലിയ കാര്യമാണ്. അത് ആരും സഹായത്തിനില്ലാത്ത ഒരു അശരണയായ ഒരവസ്ഥയുള്ള ഒരു പെൺകുട്ടി, നമുക്ക് വലിയ മാതാപിതാക്കളും കുട്ടികളും പണമൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന പോലെയല്ല, ആരും സഹായിക്കാനില്ലാത്ത അനാഥയായി പോയ ഒരു കുട്ടിക്ക് മലാഖമാരുടെ സഹായം കണ്ടില്ലേ, അവർ കൊണ്ട് വളർന്ന് വലുതായി ഇത്ര വലിയ അംബീഷ്യസാണ്. ആഗ്രഹങ്ങൾക്ക് ആകാശം മുട്ടിയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ പലതും സാധിക്കും. ഞാനുമൊക്കെ അങ്ങനത്തെ ഒരു ഉദാഹരണമാണ്. ഞാനൊക്കെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലമായിട്ട് എൻ്റെ ആഗ്രഹം കൊണ്ട് വന്നതാണ്. അതുപോലെ ജിനുമോൾക്ക് ഇനിയൊരു ഓൺട്രപ്രനർ ആകണമെന്നാണ് ആഗ്രഹം. നിങ്ങളിൽ പുതിയ ഈ ചേച്ചിമാരാരെങ്കിലും അദ്ദേഹത്തിനെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തുമോ? ഉറപ്പായിട്ടും കിട്ടും കേട്ടോ, ഇവർ വിളിച്ചോളും. ജിനുമോളെ വേണ്ട, ഇവിടെ ഇനി ഓൺട്രപ്രനർ ആയില്ല എന്ന് വേണ്ട കേട്ടോ. എന്തോ ആണ്ടേ, ആ ചേച്ചി മെൻറ്റർ ചെയ്യാന്നാണ് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ല. രണ്ട് കൈയുമില്ലാതെ ജനിക്കുക, കൈകൊണ്ട് ചെയ്യേണ്ടതൊന്നും ചെയ്യാനാവാതെ ജീവിക്കുക. തൊടുപുഴയിലെ കരിമണ്ണൂരിൽ 32 കൊല്ലം മുമ്പ് ജനിച്ച ജിലുമോൾക്ക് പ്രകൃതി കാത്തുവച്ചത് ആ വലിയ വേദന. വേദനിച്ച് അവളെ പപ്പയും മമ്മിയും ആരോമലായി വളർത്തി. പൊന്നുമോൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിരുന്ന മമ്മി അന്നക്കുട്ടി ബ്ലഡ് ക്യാൻസർ വന്ന് മരിച്ചു. പപ്പ തോമസ് ആ 4.5 വയസ്സുകാരിയെ ചെത്തിപ്പുഴയിലെ മേഴ്സി ഹോമിലാക്കി. സിസ്റ്റർ മരിയല്ല ആ കുഞ്ഞിന് അമ്മയും അപ്പനും അധ്യാപികയും പരിശീലകയും കാവൽ മാലാഖയുമായി. കൊച്ചു ജിലുവിനെ കാൽവിരലിൽ പെൻസിൽ വെച്ചെഴുതാൻ പഠിപ്പിച്ചു സിസ്റ്റർ. പിന്നെ അവൾ കാലുകൊണ്ട് ചിത്രം വരെ വരച്ചു. കൈകൾ കൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാം കാലുകൾ കൊണ്ട് ചെയ്യുന്നവളായി. കാലുകൊണ്ട് തന്നെ പരീക്ഷ എഴുതി +2 ഡിസ്റ്റിങ്ഷനോടെ പാസ്സായി. അനിമേഷൻ ആൻഡ് ഗ്രാഫിക് ഡിസൈനിൽ BA എടുത്തു. ഗ്രാഫിക് ഡിസൈനറായി. ജിലുവിന്റെ മഹാവിജയം പക്ഷേ വരാനിരിക്കുന്നതേയുണ്ടായിരുന്നു. അവൾ കാലുകൊണ്ട് കാർ ഓടിക്കാൻ പഠിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ് ചോദിച്ച് അധികാരികളെ തേടിച്ചെന്നു. കൈകളില്ലാത്ത ഒരാൾക്ക് ലൈസൻസ് കൊടുക്കുകയോ? നിയമവും അധികാരവും അറച്ചു നിന്നു. കോടതി മുതൽ കേന്ദ്ര സർക്കാരിനെ വരെ സമീപിച്ചിട്ടും ജിലുവിന് നീതി കിട്ടിയില്ല. 6 കൊല്ലം അങ്ങനെ കടന്നുപോയി. ജോലി ചെയ്യുന്ന എറണാകുളത്ത് നിന്ന് ടാക്സിയിൽ വീട്ടിലേക്ക് പോകുമ്പോൾ പപ്പ കാണാതെ തേങ്ങിക്കരയുന്ന പെൺകുട്ടിയുടെ ചുടു കണ്ണുനീരിൽ കുതിർന്നു ജിലുവിന്റെ കാറോട്ട മോഹം. എന്നാൽ സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാപകേശൻ അതിന് അറുതി കുറിച്ചു.
ജിലുവിന് മുന്നിൽ നിയമം തലകുനിച്ചു. അവൾക്ക് ലൈസൻസ്. 6 കൊല്ലത്തെ പോരാട്ടത്തിൻ്റെ ആ വിജയരേഖ നവകേരള സദസ്സിൽ വെച്ച് മുഖ്യമന്ത്രിയിൽ നിന്ന് ജിലു ഏറ്റുവാങ്ങി. 2 കൈകളുമില്ലാത്ത ഒരാൾക്ക് ഭൂമിയുടെ കിഴക്കേ അർദ്ധഗോളത്തിൽ ആദ്യമായി ലൈസൻസ് കിട്ടുകയായിരുന്നു. അത് കാണാൻ ഏറെ ആഗ്രഹിച്ച പപ്പ അപ്പോഴേക്കും ഓർമ്മയായിരുന്നു. ജിലു മോൾ ഇന്ന് ആരെയും പോലെ കാർ ഓടിക്കും. ആ കാർ ഓടിപ്പോകുന്നത് റെക്കോർഡുകളിൽ നിന്ന് റെക്കോർഡുകളിലേക്കാണ്. ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ പോരാട്ട ചരിത്രത്തിലേക്കാണ്, നമ്മുടെ വീരകഥകളിലേക്കാണ്. പത്മശ്രീ ഭാരത് മമ്മൂട്ടി അംഗീകാരത്തിന്റെ സുവർണ വെളിച്ചത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. ജീവിത വിജയ കിരീടം പോരാടി നേടി ശിരസിൽ ചൂടി നിൽക്കുന്ന ഈ വീരാംഗനെ. കൈരളി ചെയർമാന്റെ പ്രത്യേക പുരസ്കാരം ജിലു മോൾ മരിയറ്റ് തോമസിന്. വിശിഷ്ട വ്യക്തികളെ എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം കൈരളി ടി.വിയുടെ ജ്വാല പുരസ്കാരം സ്വീകരിക്കാൻ സാധിച്ചതിൽ. ചിലപ്പോൾ ഓർക്കും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരുപാട് സന്തോഷം എന്ന് പറയുന്നതാണെന്ന്. ഒരിക്കലും അല്ല. കാരണം ശാലിനി ചേച്ചിക്ക് 2016 മമ്മുക്ക അവാർഡ് കൊടുത്തപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നേടുന്ന അതേ വർഷം ഞാനും ഈ പുരസ്കാരം വാങ്ങിക്കും എന്ന്. ഞാനും മനസ്സിൽ വിചാരിച്ച അതാണ്. അപ്പോൾ എനിക്ക് വളരെ സ്പെഷ്യലാണ്. അമൃത ചേച്ചി ഇവിടുന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ വണ്ടറായെങ്കിലും അങ്ങനെയൊന്നും കാണിച്ചില്ല. കാരണം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഒരു അവാർഡ് തന്നെയായിരുന്നു ഇത്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഇവിടെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ള കുറച്ച് ആൾക്കാരാണ്. എല്ലാവരും ഒരുപാട് ദൂരങ്ങളിൽ നിന്നൊക്കെ എത്തിയേക്കുന്നവരാണ്. വളരെ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ച് വളർന്നു വന്ന ചെത്തിപ്പുഴയിലെ SD സിസ്റ്റേഴ്സ് നടത്തുന്ന മേഴ്സി ഹോം എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവിടുത്തെ അമ്മമാർ 2 പേര് വന്നിട്ടുണ്ട്, സെലിൻ ജോസ്മയും നവിതാമ്മയും. തീർച്ചയായിട്ടും എൻ്റെ ബാല്യം മുതൽ എന്നെ വളർത്തി വലുതാക്കിയ ഒരു കരുതലിൻ്റെ കരങ്ങളാണ് മേഴ്സി ഹോമിലെ SD സിസ്റ്റേഴ്സായ അമ്മമാരുടേത്.
പിന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. ഞാനിവിടെ എറണാകുളം YWCA താമസിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പ്രൊസീജിയറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ വിചാരിച്ചു കുറച്ചൊക്കെ ഈസി ആയിട്ട് കിട്ടുമായിരിക്കും, ചെറിയൊരു കാലതാമസമേ നേരിടേണ്ടി വരത്തുള്ളൂ, ഒരു 6 വർഷക്കാലം ഒരിക്കലും നേരിടേണ്ടി വരില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം ഇത്രയും നാളൊന്നും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു അന്ന്. അപ്പോൾ ഒരുപാട് ടെൻഷനിൽ കൂടി കടന്നു പോയപ്പോൾ, പ്രത്യേകിച്ച് എനിക്കൊന്ന് YWCA ഡിസേബിൾഡ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്നുള്ള ഒരു റെക്കോർഡിനും ഞാൻ അർഹയാണെന്ന് തോന്നുന്നു. കാരണം ആദ്യമായിട്ടാണ് തോന്നുന്നു YWCA ഇങ്ങനെ ഒരാൾ. തീർച്ചയായിട്ടും അവരെന്നിൽ അർപ്പിച്ച ഒരു വിശ്വാസമാണ് ഇന്നെനിക്ക് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചത്. എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ബാലപാഠങ്ങൾ YWCA ലോൺ ഏരിയയിലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അവിടുത്തെ ഒരു പോട്ട് പൊട്ടിച്ചിട്ടുണ്ട്. കാരണം അതോടുകൂടി വളരെ ശ്രദ്ധിച്ചും ഭയങ്കര കെയർഫുള്ളായിട്ടും ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഒരു 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 പ്രചോദനവും ഒരു ഇതുമായിരുന്നു എനിക്ക് അതൊന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഞാൻ YWCA എൻ്റെ ഫ്രണ്ട്സ് 8 വർഷമായി ആ ഓരോ കാലഘട്ടത്തിലും എൻ്റെ പേരൻസോ എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ ഞാൻ വളരെ പ്രിയപ്പെട്ടവരെന്ന് വിചാരിക്കുന്നവരോ ആയിരുന്നില്ല എന്നോടൊപ്പം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഓരോ ഫ്രണ്ട്സുമാണ് ദിൽപ്രിയ, അലീന, അതുപോലെ തന്നെ അമൃതയൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ ഒരു വളരെ കരുതലുള്ള ഒരു കരങ്ങളാണ്, അല്ലെങ്കിൽ എൻ്റെ കരങ്ങളായിട്ട് എനിക്ക് എപ്പോഴും ശക്തിയും പ്രചോദനവും തരുന്നത്. അതുപോലെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ഊർജം നൽകുന്നത് ഫാദർ ബിജോ, അതുപോലെ സിസ്റ്റർ സെൽവി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലോട്ടാണ് ഞാനിനി പറയാൻ പോകുന്നത്. കാരണം ഇന്നെനിക്ക് ഈ വേദിയിൽ വന്ന് നിൽക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാനോ എനിക്ക് സാധ്യമായിരുന്നില്ല. ഒരു കഴിഞ്ഞ 2 വർഷമായിട്ട്, അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം എന്ന് പറയുന്നത് എൻ്റെ ഞാൻ ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു. അപ്പോൾ ഞാനൊരു ഫുൾ ബെഡിലായി പോയിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്നെ ഇന്ന് എഴുന്നേറ്റ് നിൽക്കാൻ, അല്ലെങ്കിൽ എൻ്റെ കാലുകൾ കൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് വരാനായിട്ട് എന്നെ പ്രാപ്തിയാക്കിയത് കാണുന്നില്ല. എൻ്റെ ഫ്രണ്ടുണ്ട് ടെസ്സിൻ്റെ പേരൻസാണ്. ടെസ്സിൻ ഇപ്പോൾ ഇവിടെ നാട്ടിലില്ല, കുവൈറ്റിലാണ്. അപ്പോൾ ടെസ്സിൻ്റെ പേരൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഞാനിന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഭയങ്കര ഒരു സ്ട്രഗിൾ പീരീഡ് ആയിരുന്നു അത്. ഒപ്പം തന്നെ മമ്മൂക്ക എന്നോട് ദേഷ്യം തോന്നല്ല. കാരണം മമ്മൂക്കയുടെ സിനിമകൾ പണ്ട് TV വരുമ്പോൾ പതിയെ റിമോട്ടിൽ നിന്നും ബാറ്ററി ഊരി മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ പപ്പ മമ്മൂക്കയുടെ വലിയൊരു ഫാനായിരുന്നു. തീർച്ചയായിട്ടും പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഈ വേദിയിൽ തീർച്ചയായിട്ടും പപ്പ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ സിനിമ കാണുമ്പോൾ ഞങ്ങൾ പതിയെ റിമോട്ട്, കാരണം ഈ മമ്മൂക്കയുടെ എനിക്കിപ്പോൾ ഇത് ടെൻഷൻ കാരണം പറയാൻ കിട്ടുന്നില്ല, ഡാൻസ് കളിക്കുന്ന സിനിമയൊക്കെ അതൊക്കെ ഞങ്ങൾക്ക് എത്ര പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം എല്ലാം മമ്മൂക്കയായിരുന്നു. അങ്ങനെ അത്രത്തോളം കണ്ടിട്ടുണ്ട്. അപ്പോൾ പപ്പ പറഞ്ഞ് എന്താ പറയുക, ഇഷ്ടപ്പെടാണ്ട് അങ്ങ് സ്നേഹിച്ചു പോയൊരു നല്ല മനുഷ്യനാണ് മമ്മൂക്ക. താങ്ക് യു മമ്മൂക്ക. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, മമ്മൂക്ക ചെയർമാൻ തിരഞ്ഞെടുക്കുന്ന പ്രത്യേക അവാർഡാണ് എനിക്കിന്നിവിടെ കിട്ടുന്നതെന്ന്. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, മമ്മൂക്ക നിന്നെ കണ്ടിട്ടും കൂടി ഉണ്ടാവില്ല, വെറുതെ പറയുന്നതായിരിക്കും കൈരളി TV ചാനലുകാരെന്ന്. പക്ഷേ എനിക്ക് ഉറപ്പാണ് മമ്മൂക്ക ഭയങ്കര അപ്ഡേറ്റഡ് ആണ്. എല്ലാ കാര്യങ്ങളും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മമ്മൂക്ക നന്നായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്ക് വളരെ സ്പെഷ്യലാണ്. ഇന്നിവിടെ വന്നിരിക്കുന്ന നിങ്ങളൊക്കെയാണ് എന്നെ ഇന്നിവിടെ നിർത്താനായിട്ടുള്ള ഏറ്റവും എനിക്ക് വലിയ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഒപ്പം തന്നെ ഇവിടെ അവാർഡ് വാങ്ങിച്ച 3 എൻ്റർപ്രണേഴ്സ് ഉണ്ട്. എനിക്കും ഒരു എൻ്റർപ്രണർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ എന്തോ എന്നെ പുറകോട്ട് വലിക്കുന്നു. പക്ഷേ എനിക്കും തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു വലിയ ശക്തിയും പ്രചോദനവും ഒക്കെയാണ് നിങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ജിലുവിൻ്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ, സാക്ഷാത്കരിക്കാൻ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. നല്ലൊരു കൈയടി, നല്ലൊരു അടിപൊളി കൈയടി, മികച്ച കൈയടി കൊടുക്കാം. താങ്ക് യു.